ഹലോ നമസ്കാരം. ഞാൻ ബീന. KBS കളക്ഷൻ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അളവ് നൈറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയെന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഏതൊരു സാധാരണക്കാർക്കും ചെയ്യാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ്. നമുക്കൊരു കീറിയതൊക്കെ തയ്ക്കാൻ അറിയാമെങ്കിലും അവർക്കും നൈറ്റ് തയ്ക്കാൻ സാധിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് ആദ്യം വേണ്ടത് ഒരു അളവ് നൈറ്റിയാണ്. ഇതാണ് എൻ്റെ അളവ് നൈറ്റി. ഈ അളവ് നൈറ്റിയുടെ ഇറക്കം വന്നിട്ട് 55 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം. ഷോൾഡർ എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഷോൾഡർ വെച്ചിട്ട് ഇതൊക്കെ നല്ല ചുളിവില്ലാണ്ട് നേരിട്ട് ഷോൾഡർ എടുക്കാം. ഇവിടെ ഷോൾഡർ വന്നിട്ട് 15 ഇഞ്ച് ആണ്. 15 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. കഴുത്തകലം വന്നിട്ട് ഒരു 6 ഇഞ്ച് കഴുത്തകലം വരുന്നുണ്ട്. ബാക്ക് നെക്ക് വന്നിട്ട് 2.5 ഇഞ്ച്. ഫ്രണ്ട് നെക്ക് വന്നിട്ട് 5.5 ഇഞ്ച്. ഇതാണ് ഇതിൻ്റെ അളവ്. ചെസ്റ്റ് വന്നിട്ട് ഈ ആംഫോളിൻ്റെ താഴെ തുടങ്ങിയിട്ട് ഇവിടെ വരെ എടുക്കുന്നതാണ് ചെസ്റ്റ്. 25 ഇഞ്ച്. ഒരു സൈഡ് 25 ആകുമ്പോൾ 50 ഇഞ്ച് ചെസ്റ്റ് വണ്ണുണ്ട്. ഈ അളവ് വെച്ചിട്ട് നമുക്കൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തന്നെ നൈറ്റി തുണി മടക്കിയിടുന്നത് ഞാനിന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു തുണിയാണെങ്കിൽ നേരെ പകുതിയായിട്ട് മടക്കുക, ഒരിക്കൽ കൂടി മടക്കുക. അങ്ങനെയാണ് നൈറ്റി തുണി മടക്കേണ്ടത്. ഇവിടെ ഞാൻ നൈറ്റി തുണി കട്ട് ചെയ്യാനുള്ള നൈറ്റി തുണി മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴത്ത് നമ്മൾ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഇടാം. തുണി ആകെ ഇതുണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ അത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഇടാം. പിന്നെ 1 ഇഞ്ച് മാറ്റിയിട്ട് ഒരു ലൈനും കൂടി ഇടാം. അത് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ട് വേണം. അതായത് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സൈഡ് വശം തൂങ്ങി പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ കർവ് ചെയ്തിടുന്നത്. ഇതിൻ്റെ തയ്യൽ തുമ്പ് കഴിച്ചിട്ട് നൈറ്റിയുടെ ഇറക്കം എത്രയാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. 55 ഇഞ്ച്. ഈ തുണി 55 ഇഞ്ചേ ഉള്ളൂ നീളം വന്നിട്ട്. അപ്പം 55 ഇഞ്ച്. 55 ഇഞ്ചിൽ നമ്മൾ 1/4 ഇഞ്ച് ഒരു പോയിന്റ് തയ്യൽ തുമ്പ് കഴിച്ചിട്ട് ബാക്കി മുഴുവനായിട്ട് അങ്ങ് എടുക്കുകയാണ്. പിന്നെ ഷോൾഡർ 8 ഇഞ്ച് ഷോൾഡർ എടുക്കാനുണ്ട്. 8 ഇഞ്ച് തന്നെ ഇറക്കിയും ഒരു മാർക്ക് ചെയ്യാം. കഴുത്തകലം വന്നിട്ട് 3 ഇഞ്ചല്ലേ. അപ്പം 2.25 ഇഞ്ച്, 2.5 ഇഞ്ചും ഒരു പോയിന്റും.
ആം ഫോൾ കർവ് വെച്ചിട്ട് ആം ഫോൾ വരക്കാം. കഴുത്ത് ഷേപ്പ് ചെയ്യാം, ബാക്ക് കഴുത്തും ഷേപ്പ് ചെയ്യാം. പിന്നെ വന്നിട്ട് സ്ലീവാണ്. സ്ലീവ് 8.5 ഇഞ്ചാണ് നമ്മുടെ അളവ് നൈറ്റിയിലുള്ളത്. ആ 8.5 ഇവിടെ കിട്ടുന്നുണ്ട്. 8 ഇഞ്ച് കൈ വണ്ണവും വരുന്നുണ്ട് അതിന്. 8 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പും. ഈ 8 ഇഞ്ചിൽ നിന്ന് 3.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. ഇതിൻ്റെ നടു ഭാഗം കണ്ടിട്ട് 11.5 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 5.5 ഇഞ്ച് 5.25 ഇഞ്ച് വെച്ചിട്ട് ഒരു പോയിന്റ് ഇടുക. അവിടെ നിന്ന് ആം ഹോൾ കർവ് വെച്ചിട്ട് തന്നെ സ്ലീവ് ഷേപ്പ് ചെയ്യാൻ പറ്റും. പകുതി വരെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. പകുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ ഷേപ്പാവും. നൈറ്റിലൊരു യോക്ക് വരുന്നുണ്ട്. അത് 11 ഇഞ്ചിലാണ് യോക്ക്. ഈ 10.5 ഇഞ്ചിൽ കട്ട് ചെയ്താൽ മതി. നമുക്ക് 11 ഇഞ്ചാകുമ്പോൾ ഒരുപാട് ഇറങ്ങിപ്പോകും. നൈറ്റിയുടെ ആം ഹോൾ ഇവിടെ വരെ വരുന്നുള്ളൂ. ബാക്കി നമ്മൾ യോക്ക് പോർഷൻ ഇത് ഈ സ്കേർട്ടിലാണ് ആം ഫോൾ വരയ്ക്കുന്നത്. അതിനൊരു 2 ഇഞ്ച്, ഒരു 1.5 ഇഞ്ച് മതി. 2 ഇഞ്ച് വേണ്ട, 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ഒരു ഷേപ്പിൽ വരച്ചിട്ടുണ്ടെങ്കിൽ സ്കേർട്ടിൽ ഇവിടെ ഒരു ഷേപ്പായിട്ട് വരക്കാം.